ഹലോ എവരി വൺ. നമുക്ക് എടുക്കാനുള്ളത് ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ടെസ്റ്റിംഗ്. ഓക്കെ, ടെസ്റ്റ് പ്ലാനിങ് സ്ട്രാറ്റജീസ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ടെസ്റ്റിംഗ് എന്നുള്ളത് ഞാൻ പറയാം. ടെസ്റ്റിംഗ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡ് ചെയ്യാണ്. ആ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള എന്താണോ യൂസർ റിക്വയർ ചെയ്തത് അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇതാണ് വരുന്നത്, ഫംഗ്ഷൻ ആണെങ്കിൽ വരുന്നത്, നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് എന്നുള്ളത് എറേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് എറർ ഉള്ളത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, കണ്ടുപിടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിനെ ക്ലിയർ ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഡീബഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആ എററിനെ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ ഡീബഗിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ടെസ്റ്റിങ്ങും ഡീബഗിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും ടെസ്റ്റിങ്ങും ഡീബഗിങ്ങും ഒന്നാണ്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ടെസ്റ്റ് പ്ലാൻ എന്താണെന്ന് നോക്കാം. ടെസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് വിച്ച് ഡിസ്ക്രൈബ് ദ ടെസ്റ്റിംഗ് ഏരിയ ആൻഡ് ആക്ടിവിറ്റി. എന്താണ് ടെസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ? ഡീറ്റെയിൽഡ്. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഒന്ന് എഴുതാം. ഡീറ്റെയിൽഡ് 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 ഡിസൈൻ ഡീറ്റെയിൽഡ് ഡിസൈൻ. ഓക്കെ, വിച്ച് ഡിസ്ക്രൈബ്സ് എന്താണ്? ടെസ്റ്റിംഗ് ഏരിയ ആൻഡ് ആക്ടിവിറ്റി. ഓക്കെ, നമുക്ക് 3 ടൈപ്പ് ടെസ്റ്റ് പ്ലാൻ ഉണ്ട്. മാസ്റ്റർ ടെസ്റ്റ് പ്ലാൻ ഉണ്ട്. ഒന്നെന്താണ്? മാസ്റ്റർ ടെസ്റ്റ് പ്ലാൻ. ഓക്കെ, ഒരു മാസ്റ്റർ ടെസ്റ്റ് പ്ലാൻ ഉണ്ടാവും നമുക്ക്. ഓക്കെ, എല്ലാ ആക്ടിവിറ്റിയും ഉള്ള. ഓക്കെ, അതിനെന്ത് ചെയ്തു? ഫേസ് ആക്കിയിട്ടുള്ള, ഓക്കെ, ഓരോ ഫേസ് ആക്കിയിട്ടുള്ള ഫേസ് ടെസ്റ്റ് പ്ലാൻ ഉണ്ട്. ഫേസ് ആക്കിയിട്ടുള്ള ടെസ്റ്റ് പ്ലാൻ ഉണ്ട്. ശേഷം എന്താണ്? സ്പെസിഫൈ ചെയ്ത ടെസ്റ്റ് പ്ലാൻ ഉണ്ട്. ഓക്കെ, അതിനെ വീണ്ടും ചെറുതാക്കി സ്പെസിഫിക് ടെസ്റ്റ് പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെസ്റ്റ് പ്ലാനിൽ പറയാനുള്ളത്. ഓക്കെ, ഇതൊക്കെയായിരുന്നു മാസ്റ്റർ ടെസ്റ്റ് പ്ലാൻ, ഫേസ് ടെസ്റ്റ് പ്ലാൻ ആൻഡ് സ്പെസിഫിക് ടെസ്റ്റ് പ്ലാൻ. ഒക്കെ ഓരോന്നിനെ ഡീകമ്പോസ് ചെയ്ത് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ടെസ്റ്റ് പ്ലാനിന്റെ ഒരു സ്റ്റെപ്സ് ഉണ്ട്. ഒരു 7 സ്റ്റെപ്പ് നമുക്ക് പറയാനുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, ടെസ്റ്റ് പ്ലാനിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസ് ചെയ്യാണ്. അനലൈസ് ഇതൊന്ന് നോട്ട് ചെയ്യണം, ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. അനലൈസ് പ്രൊഡക്റ്റ് സ്ട്രക്ചർ ആൻഡ് ആർക്കിടെക്ചർ. ഓക്കെ, 2 ഡിസൈൻ ടെസ്റ്റ് സ്ട്രാറ്റജി. സെക്കൻഡ് വൺ ഡിസൈൻ ടെസ്റ്റ് സ്ട്രാറ്റജി. ഓക്കെ, തേർഡ് വൺ, അടുത്ത തേർഡ് സ്റ്റെപ്പ് ആണ്. ഓക്കെ, ഡിഫൈൻ ഓൾ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ്. ഡിഫൈൻ ഓൾ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്. ഡാറ്റോ ഡിഫൈൻ ഓൾ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ, നിങ്ങൾ ഷോർട്ട് ആക്കി ഞാൻ പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ഡിഫൈൻ ഓൾ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഡിഫൈൻ ഓൾ ദ യൂസബിൾ റിസോഴ്സസ്. ഡിഫൈൻ ഓൾ യൂസബിൾ റിസോഴ്സസ്. ഓക്കെ, അഞ്ചാമത്തത് എന്താ പറയുന്നത്? ഡിഫൈൻ ഓൾ ടെസ്റ്റ് ഒബ്ജക്റ്റീവ് പറഞ്ഞു. ഡിഫൈൻ ഓൾ ടെസ്റ്റ് ഏരിയ. ഡിഫൈൻ ഓൾ ഡാറ്റ ടെസ്റ്റ് ഏരിയാസ്. ഓക്കെ, 5 ഡിഫൈൻ ഓൾ ടെസ്റ്റ് ഏരിയാസ്. 6th വൺ എന്താ പറയുന്നത്? ഷെഡ്യൂൾ ഓൾ ആക്ടിവിറ്റീസ് ഇൻ എ അപ്രോപ്രിയേറ്റ് മാനർ. ഷെഡ്യൂൾ ഓൾ ആക്ടിവിറ്റീസ് ഇൻ എ അപ്രോപ്രിയേറ്റ് മാനർ. ഓക്കെ, ഞാൻ എഴുതാനുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, എന്താണ്? ഷെഡ്യൂൾ ഓൾ ആക്ടിവിറ്റീസ് ഇൻ എ അപ്രോപ്രിയേറ്റ് മാനർ. ഓക്കെ, 7th വൺ ഡിഫൈൻ ദ ടെസ്റ്റ് ഡെറിവേറ്റീവ്. ഡിഫൈൻ ദ 7th വൺ define the test, sorry, derivatives അല്ല, deliverable. Okay, deliverable. Define all the test deliverable. Okay, അപ്പൊ ഇത്രയാണ് ടെസ്റ്റ് പ്ലാൻ സ്റ്റെപ്സ്. ഒന്ന് അനലൈസ് ദ പ്രൊഡക്റ്റ് സ്ട്രക്ചർ ആൻഡ് ആർക്കിടെക്ചർ. സെക്കൻഡ് വൺ ഡിസൈൻ ദ ടെസ്റ്റ് സ്ട്രാറ്റജി. തേർഡ് വൺ ഡിഫൈൻ all the test objectives. Fourth one, define the testing area.
Next, define all the usable resources. Next, schedule all activities in appropriate manner. Seventh one, determine the test deliverable. Determine the test deliverable. Okay. So ഇത്രയും കാര്യമാണ് നമുക്ക് എന്ത് പറയാം ടെസ്റ്റ് പ്ലാനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ടെസ്റ്റിംഗ് എന്താ പറഞ്ഞു, ഡീബഗിങ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ടെസ്റ്റ് പ്ലാൻ പറഞ്ഞു, അതിന്റെ സ്റ്റെപ്സ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ആണ്. ഓക്കെ, വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ നിങ്ങൾ പല സ്ഥലത്തായിട്ടും കേട്ടിട്ടുള്ള ടേംസ് ആണ് ഈ വെരിഫിക്കേഷനും അതുപോലെ തന്നെ വാലിഡേഷൻ. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പം നമുക്ക് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ആണ് നോക്കാനുള്ളത്. ആദ്യം നമുക്ക് വാലിഡേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, വാലിഡേഷൻ is a process of examining whether or not the software satisfies the user requirement. എന്താണ് examine whether or not user satisfies the user requirement. Okay, it is usually carried out at the end of the SDLC if the software matches the requirements for which it was made. It is validated. And the user requirements satisfy ചെയ്യുന്നുണ്ടോ നോക്കുന്നത് is kind of testing. Okay, are you building the right product? Okay, എന്താണ് product test എന്നാണ് test എന്നാണ് പറയാ, product test. Okay, validation means product എന്താണ് user requirement satisfy ചെയ്യുന്നത് validate ചെയ്യാൻ. Okay, മനസ്സിലാക്കണം, വേർഡ് മനസ്സിലാക്കണം. പ്രൊഡക്റ്റ് ടെസ്റ്റ് ആണ് എന്ത് വാലിഡേഷൻ. ഓക്കെ, പ്രൊഡക്റ്റ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആർ യു ബിൽഡിംഗ് ദ റൈറ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വെരിഫിക്കേഷൻ ആണ്. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഓഫ് കൺഫേമിംഗ് ഇഫ് ദ സോഫ്റ്റ്വെയർ ഈസ് ഡെവലപ്ഡ് അദറിംഗ് ടു ദ പ്രോപ്പർ സ്പെസിഫിക്കേഷൻ ആൻഡ് മെത്തഡോളജീസ്. പ്രോപ്പർ സ്പെക് ആൻഡ് മെത്തഡോളജീസ്. ഫോക്കസ് ഓൺ ദ ഡിസൈൻ ആൻഡ് സിസ്റ്റം സ്പെക്. ഓക്കെ, സിസ്റ്റം സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രോസസ് ടെസ്റ്റ് ആണ്, പ്രോസസ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രോസസ്. ഓക്കെ, എന്താണ് പ്രോസസ് ടെസ്റ്റ് ആണ്. ആർ യു ബിൽഡിംഗ് ദ പ്രോഡക്റ്റ് റൈറ്റ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത് ദ പ്രോഡക്റ്റ് റൈറ്റ്. ഏറ്റവും ലാസ്റ്റ് ആണ് റൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ വേർഡ് കൺഫ്യൂഷൻ ആണ്. ആർ യു ബിൽഡിംഗ് ദ പ്രോഡക്റ്റ് റൈറ്റ്. മറ്റേത് എന്തായിരുന്നു, ആർ യു ബിൽഡിംഗ് ദ റൈറ്റ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ വേർഡ് തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേർഡ് ചേഞ്ച് ഒന്നെന്താണ് പ്രോസസ്സിനാണ് എക്സാം. ഓക്കെ, പ്രോസസ്സിനാണ് ഇത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. മറ്റേതെന്താ പ്രൊഡക്റ്റിനാണ്. ഓക്കെ, അപ്പൊ അതാണ് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ടേംസ് ആണ്. എറർ, മിസ്റ്റേക്ക് നിങ്ങൾക്കറിയാം. ഫാൾട്ട് എന്താണ്, ബഗ് എന്താണ്, ഫെയിലിയർ എന്താണ്. ഓക്കെ, എറർ എന്താണ്, ആക്ച്വൽ കോഡിംഗ് മിസ്റ്റേക്ക് ബൈ ഡെവലപ്പേഴ്സ് ഓർ പ്രോഗ്രാമേഴ്സ്. ഓക്കെ, എറേഴ്സ്, മിസ്റ്റേക്ക്. ഓക്കെ, ഇനി ഫാൾട്ട് എന്താണ്, കീവേഡ് ഒക്കെ മനസ്സിലായി. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സോഫ്റ്റ്വെയർ ബിക്കോസ് ഓഫ് എൻ എറർ. ഫാൾട്ട് ഈസ് അനദർ discrepancy found by the team of testers during the process of software testing. Okay, then the bug and the bugs are the most integral part of the software system and can be termed as the errors. Okay, can be termed as error, flaws and faults. Okay, present in the computer program that impact the performance as well as the functionality of the software, can cause it deliver incorrect and unexpected result. Okay, failure എന്താണ്, inability of the system perform the desired task. അപ്പൊ ഇവിടെ ഒരു നിങ്ങൾക്കൊരു UGC ലെവൽ ഒരു നല്ലൊരു സിമ്പിൾ ആൻഡ് നല്ലൊരു എന്താ പറയാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഓക്കെ, ഒരു പാത്ത്. ഓക്കെ, ഒരു പാത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ അതൊന്നും ഇവിടെ എഴുതി കാണിച്ചു കേട്ടോ. UGC ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ഒബ്ജക്റ്റീവ്. ഓക്കെ, നമുക്ക് കുറച്ച് അൺഓർഡേർഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തരും. അതിന്റെ കറക്റ്റ് ഓർഡർ വരുന്നത് എറർ ഈ എറർ എന്ത് ചെയ്യുന്നു, എറർ കോസ് ഫാൾട്ട്. ഓക്കെ, ഫാൾട്ട് എറർ എന്ത് ചെയ്യുന്നു, ഫാൾട്ട് കോസ് സിസ്റ്റം ഫെയിലിയർ. ഓക്കെ, ഇതാണ് ഇതിന്റെ കറക്റ്റ് പാത്ത്, ഫെയിലിയർ. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു, ഇത് UGC എന്ത് ചെയ്യുന്നു, ഓർഡർ മാറ്റി തന്നു. എന്താണ് ഓർഡർ മാറ്റിയിട്ടായിരുന്നു പണ്ട് കൊടുത്തിരുന്നത്, ഫാൾട്ട്, എറർ, ഫെയിലിയർ. ഓക്കെ, അല്ലെങ്കിൽ ഫെയിലിയർ, ഫാൾട്ട്, അങ്ങനെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, അപ്പൊ എന്താണ് എറർ ഫാൾട്ട് ഉണ്ടാക്കാൻ കാരണമാണ്. ഫാൾട്ട് എന്ത് ചെയ്യുന്നു, ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ,
അപ്പൊ എന്താണ് ഇവിടെ നോക്കുക, എറർ മിസ്റ്റേക്ക് ഫൗണ്ട് ബൈ ഡെവലപ്പർ, okay, defective bug fault found by the tester, okay, failure found by the customer, okay, failure found by the customer, okay. So നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ടെസ്റ്റിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ടെസ്റ്റിംഗ് ഒന്ന് നോക്കാം. എന്താണ് ടെസ്റ്റിംഗ് ഷോസ് ദ പ്രസൻസ് ഓഫ് ഡിഫക്ട്, ഓക്കെ. എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് നോട്ട് പോസിബിൾ. എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോന്നും അത്രയും ഡീപ്പായിട്ട് എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് പോസിബിൾ അല്ല, അത് അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, നമുക്ക് 1 by 1 പോസിബിൾ അല്ല. ഓക്കെ, ഏർലി ടെസ്റ്റിംഗ്. ഓക്കെ, ഏർലി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, എന്താണ് ഞാൻ ഒന്ന് പറയാം. ഓക്കെ, അതിന്റെ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട് ഏർലി ടെസ്റ്റിംഗിന്റെ. ഓക്കെ, ഏർലി ടെസ്റ്റിംഗിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഫൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഹസാർഡ് ഏതൊക്കെ വരാൻ ചാൻസ്. നമുക്ക് ക്ലീൻ റൂം സ്ട്രാറ്റജി എന്ന് പറയും, CSE എന്ന് പറയുന്ന ഓക്കെ ഒരു സംഭവം ഉണ്ട്, ക്ലീൻ റൂം സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിഫക്ട്സ് എന്ത് ചെയ്യുന്നു, ഹസാർഡ് വരാൻ ചാൻസ് ഉള്ള ഏതൊക്കെ സീരിയസ് ഹസാർഡ്സ് വരാൻ ചാൻസ് ഉള്ള അത് മുന്നേ എന്ത് ചെയ്യുന്നു, അതിനെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, പ്രോസസ് മോഡൽ വിച്ച് റിമൂവ് ദ ഡിഫക്ട് ബിഫോർ ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സീരിയസ് ഹസാർഡ്. ഓക്കെ, സീരിയസ് ഹസാർഡ്സിലേക്ക് വരുന്നതിന് എന്ത് ചെയ്യുന്നു, അത് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ബേസ്ഡ് ഓൺ ദ incremental model of the software development to produce zero error based on software. Okay, എന്താണ് സീറോ എറർ സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസ് ചെയ്യാനാണ് അങ്ങനെ ഒരു ക്ലീൻ റൂം സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരാൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏർലി ടെസ്റ്റിംഗ്. ഓക്കെ, ഡിഫക്ട് ക്ലസ്റ്ററിംഗ്. ഓക്കെ, പെസ്റ്റിസൈഡ് പാരഡോക്സ്. ഓക്കെ, ഓക്കെ ഇതെന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റിംഗ് ദ സെയിം ടെസ്റ്റ് കേസസ് അഗൈൻ ആൻഡ് അഗൈൻ വിൽ നോട്ട് ഫൈൻഡ് ന്യൂ ബഗ്. ഓക്കെ, so it is necessary to review the test cases and add or update the test cases to find new bugs. Okay, appo adana endane persistent paradox ennu parayum. Okay, testing is context dependent. Okay, absence of errors policy. appo ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. 1 2 3 4 5 6 7 പോയിന്റ് നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആക്ച്വൽ ഇതിലേക്ക് വരികയാണ്. നമുക്ക് ടെസ്റ്റിംഗ്, നമുക്ക് ഇത്രയും ടെസ്റ്റിംഗ് പറയാനുണ്ട്, കുറെ ടൈപ്പ് ടെസ്റ്റിംഗ് ഉണ്ട്. യൂണിറ്റ് ടെസ്റ്റിംഗ് ഇതിൽ തന്നെ വീണ്ടും സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഷുവർ ആണ് ക്വസ്റ്റ്യൻ എല്ലാത്തിനും, നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ എന്തായാലും 100% നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, സിസ്റ്റം ടെസ്റ്റിംഗ് ആൻഡ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്, റിഗ്രഷൻ ടെസ്റ്റിംഗ് ആൻഡ് സ്ട്രെസ് ടെസ്റ്റിംഗ്, പെർഫോമൻസ് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അതിനുശേഷം നമുക്ക് ബ്ലാക്ക് ബോക്സ്, വൈറ്റ് ബോക്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗ്രേ ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് യൂണിറ്റ് ടെസ്റ്റിംഗ് ഒക്കെ ഇറ്റ്സ് സ്മോളസ്റ്റ്, നിങ്ങൾക്ക് അറിയാം യൂണിറ്റ് ടെസ്റ്റിംഗ് എന്നാൽ സ്മോളസ്റ്റ് ഏറ്റവും ബേസ് ലെവൽ ഓഫ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, യൂണിറ്റ് ടെസ്റ്റിംഗ്. ഓക്കെ, ടെസ്റ്റിംഗ് ഇസ് ദ സ്മോളസ്റ്റ് ടെസ്റ്റബിൾ പോർഷൻ ഓഫ് ദ സിസ്റ്റം അപ്രോപ്രിയേഷൻ. ഓക്കെ, application which can be compiled, linked, loaded and executed. Okay, it's often done by the programmer by using the simple input and observing the corresponding. Okay, simple ആയിട്ട് ഒരു കോഡ് ചെയ്തു, ആ കോഡ് ചെയ്തിട്ട് അതിന്റെ ഇൻപുട്ട് കൊടുക്കുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നു, പ്രോഗ്രാമർ തന്നെ. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സം മൊഡ്യൂൾസ് എന്ത് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. യൂണിറ്റ് ചായി ടെസ്റ്റ് ചെയ്ത 2-3 പ്രോഗ്രാംസ് മൊഡ്യൂൾസ് എന്ത് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റീവ് is to take unit tested components and build a program structure and has been extracted by the design. Integration testing is a testing which a group of components of combined the produce output. Okay, ആ ഒരു 3 കോമ്പോണൻസ് അല്ലെങ്കിൽ 3 എന്ത് നമ്മുടെ മൊഡ്യൂൾസ് കമ്പൈൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, അവര് ടെസ്റ്റ് ചെയ്തിട്ട് ആ കറക്റ്റ് കറസ്പോണ്ടിങ് എന്താണ് നമ്മൾ ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ നോക്കുന്നതിനാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റ്. ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ മാത്സ് പഠിച്ചിട്ടാവും. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ കമ്പൈൻ ചെയ്ത് പോവാ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്താ ഡിവൈഡ് ചെയ്ത് അതേപോലെ തന്നെ ഇന്റഗ്രേഷൻ ടെസ്റ്റ്. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് 4 ടൈപ്പ് പറയുന്നുണ്ട്, ടോപ്പ് ഡൗൺ, ബോട്ടം അപ്പ്, സാൻഡ്വിച്ച് ആൻഡ് ബാങ്. ഓക്കെ, ഏതാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് അത് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ടോപ്പ് ഡൗൺ എന്ന ഇന്റഗ്രേഷൻ ടൈപ്പ് ആണ് നിങ്ങൾക്ക് മനസ്സിലായി. അത് BFS ആൻഡ് ഡെപ്ത് ഫസ്റ്റ് സെർച്ചുമാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടോപ്പ് ഡൗൺ ഇന്റഗ്രേഷൻ ക്യാൻ ബി ഇൻ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആൻഡ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഓക്കെ, ഡമ്മി മൊഡ്യൂൾസ് യൂസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡമ്മി മൊഡ്യൂൾസ് യൂസ് ചെയ്തിട്ടാണ് ടെസ്റ്റിംഗ്. ഓക്കെ, എന്താണ് ഡമ്മി മൊഡ്യൂൾസ് ടു പെർഫോം ടെസ്റ്റിംഗ്. ഓക്കെ, ഓർ ടു പെർഫോം ദ dummy modules is used for
to perform the testing. Okay, ഒരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നിങ്ങൾ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും, ഏതായിരുന്നു, നേരറിയാൻ CBI, സേതുരാമറി CBI, അങ്ങനെ ഏതോ ഒരു പടമാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിലൊരു അതിൽ കേസ് തെളിയിക്കുന്നത് എന്താ, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഡമ്മി ബോഡി ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കേസ് ഓർത്തായി. ഈ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിൽ ടോപ്പ് ഡൗണിലും ബോട്ടം അപ്പിലും നമ്മൾ ഡമ്മി മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ആ ടെസ്റ്റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേ വെയിറ്റ്, അതേ സൈസ് ഒക്കെ ആക്കിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ആ ബോഡി ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, അവർ ടെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് കറക്റ്റ് ഇവിടെയാണോ ഒരു ആള് ഉന്തിയാൽ സ്റ്റെപ്പിന്റെ മുകളിൽ, നിങ്ങൾ ആ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ. ഓക്കെ, അതേമാതിരി ഒരു ഡമ്മി ക്രിയേറ്റ് ചെയ്യുന്നു, ഡമ്മി ബോഡി ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ടോപ്പ് ഡൗണും ബോട്ടം അപ്പിലും ഡമ്മി മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ആ ഡമ്മി മൊഡ്യൂൾസിലെ പറയുന്ന പേരാണ്, ടോപ്പ് ഡൗണിൽ പറയുന്ന പേരാണ് സ്ട്രപ്സ് എന്ന് പറയുന്നു. നോർത്ത് വെക്കണം, സ്ട്രപ്സ്. ഓക്കെ, ഇനി ബോട്ടം അപ്പിൽ ആ ഒരു ഡമ്മി മൊഡ്യൂളിനെ പറയുന്ന പേരാണ് എന്താണ്, ഡ്രൈവ്സ്. ഓക്കെ, എന്താണ് ബോട്ടം അപ്പിൽ പറയുന്നത്, ഡ്രൈവ്സ്. ഓക്കെ, ഡ്രൈവ്സ് എന്നാണ് ഡമ്മി മൊഡ്യൂൾ. ഓക്കെ, ഇന്റഗ്രേഷൻ ടെസ്റ്റ്, സാൻഡ്വിച്ച് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആണ്, വിച്ച് കമ്പൈൻഡ് ബോത്ത് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് ടെസ്റ്റ്. ഇനി ബാങ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് വിച്ച് ഈസ് all units are linked at once. Okay, all units are linked at once. Okay, ഓരോ യൂണിറ്റ്സും എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു at once. Okay, resulting the corresponding എന്താണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഡിഫക്റ്റ് എന്താന്ന് വെച്ചാൽ, ഒരു ബാഡ് എന്താന്ന് വെച്ചാൽ, വെരി ഡിഫിക്കൽട്ട് ടു ഐസൊലേറ്റ് ദ ഡിഫക്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ ഒരു 4 ഡിസഡ്വാൻറ്റേജ് ആണ്. എന്താണ് ഇത്, ഡിഫക്ട് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് പറയാനുള്ളത്. സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹോൾ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഹോൾ സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പെർഫോം ചെയ്യുന്നു. നമ്മൾ എല്ലാ സിസ്റ്റവും നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റം ടെസ്റ്റിംഗ് ഈസ് പെർഫോം ടു എ കംപ്ലീറ്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. അത് നമ്മൾ എല്ലാ ഇന്റഗ്രേറ്റ് ചെയ്ത മൊഡ്യൂൾസിനെ എല്ലാം കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ ഒരു മൊത്തം ഒരു ടെസ്റ്റിംഗ് നമ്മൾ നടത്തും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് ടു ചെക്കിംഗ് സിസ്റ്റം എന്താണ് complaint as per the requirements. If it tests the overall interaction of the components, it involves load, performance, reliability and security testing. എല്ലാം ഇതിൽ വരുന്നുണ്ട്. Okay, system testing most often the final test to verify that the system meets the specification. Okay, എന്താണ് spec meet ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നു, evaluate ചെയ്യുന്നു. It evaluates both functional and non-functional need for the testing. Okay, ഫങ്ഷണൽ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. എന്താണ്, അപ്പോൾ ഒരു ലൈബ്രറി ബുക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ ബുക്കിംഗ് നടക്കുന്നുണ്ടോ നോക്കുന്നുണ്ട്. നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള അത് എന്താണ്, പോർട്ടബിൾ ആണോ, പിന്നെ അതുപോലെ തന്നെ എന്താ എഫിഷ്യന്റ് ആണോ, റിലയബിൾ ആണോ എന്നൊക്കെ അതും ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗ്, സിസ്റ്റം പെർഫോമൻസ് ടെസ്റ്റിംഗ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് പോർട്ടബിലിറ്റി ടെസ്റ്റിംഗ്. ഇനി അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഈസ് എ ടെസ്റ്റ് കണ്ടക്ടഡ് ടു ഫൈൻഡ് ദ റിക്വയർമെന്റ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഓർ കോൺട്രാക്ട് are met as per its delivery. Okay, acceptance testing എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്, ബേസിക്കലി ഡൺ ബൈ ദ യൂസർ ഓർ കസ്റ്റമർ. ഓക്കെ, ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് ആണ് മാർക്കറ്റിലേക്ക് ഇറങ്ങി. ഓക്കെ, ഹൗവർ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്യാൻ ബി ഇൻവോൾവ് ഇൻ പ്രോസസ്. ഓക്കെ, അപ്പൊ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിൽ നമുക്ക് 2 ടൈപ്പ് പറയാനുണ്ട്, ആൽഫ ടെസ്റ്റിംഗ് ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ്. ഓക്കെ, അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആ വേർഡിൽ തന്നെ ഉണ്ട്, കസ്റ്റമർ സൈഡിൽ നിന്നാണ് അത് നടക്കുന്നത്. നിങ്ങൾ കാറൊക്കെ ഉണ്ടാക്കി ഇറക്കി കഴിഞ്ഞാൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 വർഷം ഇടും. അത് മോശമാണെങ്കിൽ അത് പിൻവലിച്ച ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, so it is the type of acceptance testing which done before the product is released to the customer. It is typically done by QA people, quality assurance. Okay, quality assure ചെയ്യുന്ന അതൊരു ജോബ് വേക്കൻസി ആണ്. ക്വാളിറ്റി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. QA, we are invited QA for this etc XYZ software company എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുണ്ടാവും. ഓക്കെ, we are hiring, we are invited, we are hiring എന്ന് പറഞ്ഞിട്ട് കുറെ വരുന്നുണ്ടാവും. അതായത് എക്സെപ്റ്റ് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ കമ്പനി, നമ്മളെ കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കി, ഞാൻ എന്ത് ചെയ്തു, QA പീപ്പിൾസ് എന്ത് ചെയ്യും, QA ക്വാളിറ്റി അഷുറൻസ് ടീം അനലിസ്റ്റ് ടീം എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, അഷ്യൂർ ചെയ്യും. എന്ത് ചെയ്യും, ഞാൻ ഒരു കസ്റ്റമർ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്നു, കസ്റ്റമർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അയാളും ഒരു കസ്റ്റമർ ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ കസ്റ്റമർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് കസ്റ്റമർ ഏതൊക്കെ രീതിയിൽ തിങ്ക് ചെയ്യുന്നോ ആ രീതിയിലൊക്കെ എന്താവും നമ്മുടെ QA. ഹലോ, ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ മൈക്ക് കൂടെ മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഡൗട്ട് ആയിട്ട്. ഓക്കെ,
QA എന്ത് ചെയ്യും, ആ രീതിയിലൊക്കെ അതിനെ ടെസ്റ്റ് ചെയ്യും. ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഇത് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ്, റിയൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഓക്കെ, കുറച്ച് പേർക്ക് ആദ്യം അത് ഇറക്കുള്ളൂ. നിങ്ങൾ കുറച്ച് പേർക്ക് ഇറക്കിയിട്ട് അതെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു ബൾക്ക് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അതെന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അത് പിൻവലിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിഫക്റ്റ് ഒക്കെ നീക്കിയതിന് ശേഷം വീണ്ടും അതെന്ത് ചെയ്യുന്നു, തിരിച്ചു. ബീറ്റ ടെസ്റ്റ് ഈസ് conducted at one or more customer sites by the end user of the software. This version released for the limited number of users. ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതാണ് acceptance testing. ഇനി റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എവറി ടൈം ന്യൂ മോഡ്. ഓക്കെ, ആ അപ്ഡേഷൻ വരുമ്പോൾ ഇതൊരു നമ്മുടെ UGC ക്വസ്റ്റ്യൻ ആണ്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ഇംപ്രൂവ്മെന്റ് മെയിൻ്റെനൻസ് വരുമ്പോൾ ഏത് ടൈപ്പ് ടെസ്റ്റിംഗ് ആണ് നല്ലത്? ഓക്കെ, എവറി ടൈം ന്യൂ മൊഡ്യൂൾസ് ഈസ് ആഡഡ് leads to change in program. This type of testing makes sure that all components work properly even after adding components to the complete. Okay, അപ്പോൾ എന്താ, നമ്മൾ ഒരു അപ്ഡേഷൻ വരുത്തിയതിനു ശേഷം എല്ലാം മുന്നുണ്ടായിരുന്നതും ഇപ്പൊ ഉണ്ടായിരുന്നതും എല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. അപ്പം ഇതൊരു UGC ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു, ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പം എന്താ ചോദിക്കുന്നത്, ആ ഇതത്തെയും തന്നെ അപ്ഡേഷൻ വരുത്തിയതിനു ശേഷം നടത്തുന്ന ചെക്കിങ്ങിന് എന്താണ് പറയാ. ഓക്കെ, ഇനി stress testing എന്ന് പറഞ്ഞാൽ in this we give unfavorable condition, okay, to the system and check how they perform in those conditions. For example, test cases are require maximum memory. Okay, stress level condition നമ്മളെ ഈ ഹാങ് ആവുന്ന കേസ് ഒക്കെ വെച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്നു. നമ്മളെ മാക്സിമം മെമ്മറി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മളെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെസ്റ്റ് കേസസ് ദാറ്റ് മേക്ക് ദോസ് എന്താണ് എക്സസീവ് ഡിസ്ക് റിക്വയർമെന്റ്. ഓക്കെ, ഈ ഒക്കെ കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് ചെക്ക് ചെയ്യുന്നു. പെർഫോമൻസ് ടെസ്റ്റിംഗ് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ഡിസൈൻ ടു ടെസ്റ്റ് ദ റൺ ടൈം പെർഫോമൻസ് ഓഫ് ദി സോഫ്റ്റ്വെയർ വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് integrated system. It is used to test the speed and effectiveness of a program. Okay, checking number of processor cycle. Okay, any testing approaches ആണ് നമ്മൾ പറയാനുള്ളത്. സോറി, നാവിലേക്ക് ഇത് പോയി. ടെസ്റ്റിംഗ് അപ്രോച്ചസ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അത് നമുക്ക് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഉണ്ട് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഉണ്ട്, ഒരു ഗ്രേ ബോക്സ് കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ബ്ലാക്ക് ബോക്സും വൈറ്റ് ബോക്സും ആണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. അപ്പം അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പം എന്താണ്, നമ്മൾ ഇത്രയും ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, ടെസ്റ്റിംഗ് അപ്രോച്ചസ് ആണ്. നിങ്ങൾക്കറിയാം, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, ഫംഗ്ഷനാലിറ്റി ടെസ്റ്റിംഗ് ഓർ ബിഹേവിയറൽ ടെസ്റ്റിംഗ് എന്ന് പറയും. വൈറ്റ് ബോർഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ ടെസ്റ്റിംഗ് ഓർ സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.